മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ആ കാണുന്ന ആർച്ച് വഴിയാണ് അകത്തോട്ട് കയറി പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യൻ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടയ്ക്കൽ തൊളിക്കുഴിയിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. സർക്കാരിൻ്റെ നിബന്ധനകളൊക്കെ പാലിക്കണം, സാമൂഹിക അകലമൊക്കെ പാലിച്ച് വേണം ഇവിടെ വന്ന് കാണുവാനും. ഇപ്പോൾ നിങ്ങൾ വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല, അതുകൊണ്ട് വാഹനങ്ങളെല്ലാം പുറത്തിട്ടിട്ട് നിങ്ങൾ നടന്നു വരാൻ ശ്രമിക്കുക. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ടാണ് മീൻമുട്ടിയിലെ വെള്ളം ഒരുപാടുള്ളത്. അതുകൊണ്ടാണ് സഞ്ചാരികളൊക്കെ ഏറെ വരാൻ താല്പര്യപ്പെടുന്നതും. അപ്പോൾ നമുക്ക് ആ മീൻമുട്ടിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് നാസറിൻ്റെ ഷോപ്പാണ്. ഇവിടെ ചായ ഉണ്ട്, കൂൾ ബാറുണ്ട്, സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മീൻമുട്ടിയിൽ വരുന്നവർക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അകത്തോട്ട് പോകാം. നാസർ എന്നാണ് ചേട്ടൻ്റെ പേര്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് സുരേഷ്, സുജിത്ത്. ഇവിടെ മീൻമുട്ടി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുമ്പം ഇവിടെ കയറി ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് ചായയുണ്ട്, പപ്സ്, ഇങ്ങനെയുള്ള സ്നാക്സ് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് അകത്തേക്ക് പോകാനും. ടൂറിസം മേഖലയൊക്കെ തുറക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിലും 144 നിലനിൽക്കുന്നതിനാൽ ഇവിടെ നിന്നും സഞ്ചാരികളെ കയറ്റി വിടുന്നില്ല. ഇവിടെ നിന്നല്ല, ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അങ്ങനെ സഞ്ചാരികളെ കയറ്റി വിടുന്നില്ല. 144 കഴിയുമ്പോൾ സഞ്ചാരികൾക്ക് ഇവിടെയൊക്കെ വന്ന് കാണാവുന്നതാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ വന്ന് വിശ്രമിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ഒരു വനത്തിൻ്റെ ലുക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ ദൃശ്യം കാണണമെങ്കിൽ അമ്പലത്തിന് സൈഡിലുള്ള വഴിയിലൂടെ താഴെ വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു കാഴ്ച നമുക്ക് കിട്ടുകയുള്ളൂ. ആയിരത്തി 1895 മീൻമുട്ടിയിൽ ശ്രീനാരായണ ഗുരു 2 ദിവസം തപസ്സിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഈ വെള്ളച്ചാട്ടത്തിന് അടിയിൽ ആ പാറയിൽ ഒരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. ആ ഗുഹ കാണണമെങ്കിൽ വെള്ളം പറ്റുന്ന സമയമാകുമ്പോൾ വന്നെങ്കിലേ പറ്റൂ. സഞ്ചാരികൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ഇറങ്ങരുത്, ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ്. നീന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട്. കാണിച്ചേ അവിടെ അതുപോലെ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് ആരും ഇറങ്ങരുത്. ഇപ്പോൾ നമ്മൾ മീൻമുട്ടിയിലെ എല്ലാ വിശേഷങ്ങളും കണ്ടു. അവിടുത്തെ എല്ലാ സീനറികളും നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കൺ കൂടി ആളെന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയ പുതിയ വിശേഷങ്ങൾ, ട്രാവൽ വീഡിയോ, ഇൻറ്റീരിയർ വീഡിയോ, ഫുഡ് വീഡിയോ, പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.